കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തെത്തി. അങ്ങനെ ഒരു റെക്കോർഡ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നിക്ഷേപത്തോടുകൂടി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു ഓഹരി ഈ NSC ഏറ്റെടുത്തിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് പണം മുടക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയാണ് നിലവിൽ ഇത്തരത്തിലൊരു നീക്കവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അദാനി പോർട്ടും അതോടൊപ്പം തന്നെ MSCയും തമ്മിൽ ദീർഘകാല പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു എഗ്രിമെൻ്റ് ഒരു നീക്കം ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. MSCയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെർമിനൽ വിഭാഗമായ ടെല്ലാണ് വിഴിഞ്ഞം തുറമുഖത്ത് 49.49% ഓഹരി ഏറ്റെടുത്തിരിക്കുന്നത്. ഇതാകെ ഇടപാട് മൂല്യം $2.85 ബില്യൺ ഇത് ഇത്തരത്തിലൊരു നീക്കത്തോടു കൂടി തന്നെ വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും തുറമുഖത്തുണ്ടാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അധിക ചരക്കു നീക്കം മൂലം അതോടൊപ്പം തന്നെ അധിക ചരക്കു നീക്കം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ശ്രീലങ്ക, ബംഗ്ലാദേശ് അടക്കമുള്ള തുറമുഖത്തിലേക്ക് വരുന്ന കൂടുതൽ ചരക്കുകൾ കേരളത്തിലേക്ക് തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് എത്തിക്കാൻ സംബന്ധിക്കും. ഈ MCയെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ പ്രധാനപ്പെട്ട ഒരു കണ്ടെയ്നർ തുറമുഖമെല്ലാം ഈ നിക്ഷേപം നടത്തുന്നവരാണ്. യൂറോപ്പ്, അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ, കിഴക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഇവർക്ക് ഇത്തരത്തിലെല്ലാം നിക്ഷേപങ്ങളുണ്ട്. അങ്ങനെ ഒരു വലിയ നിക്ഷേപം നടത്തുന്ന ഒരു കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖത്ത് എത്തുകയും അവിടെ നിക്ഷേപം നടത്തുകയും ചെയ്യുമ്പോൾ അത് അദാനിക്ക് മാത്രമല്ല, ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ കേരളത്തിൻ്റെയും അടിസ്ഥാന സൗകര്യ വികസനവും അതോടൊപ്പം തന്നെ മറ്റ് വികസനങ്ങളിലെല്ലാം വലിയ പങ്കാളിത്തം നൽകാൻ സാധിക്കും. മറ്റൊരു കാര്യം സമ്മതിക്കുകയാണെങ്കിൽ ഇവർ മുൻപ് പ്രത്യേകിച്ച് മറ്റ് യൂറോപ്പ്, പേർഷ്യ, ഗൾഫ്, കിഴക്കൻ രാജ്യങ്ങളിലാണ് ഇവരുടെ മൂലധനം അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സുപ്രധാനമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വൻ നിക്ഷേപമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ആദ്യം ഇത് 2 ഘട്ടമായിരിക്കും ഈ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ വലിയ തരത്തിലുള്ള നിക്ഷേപം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടം 16 ലക്ഷം TEU ശേഷിയുള്ള വിഴിഞ്ഞം തുറമുഖം വികസനത്തോടു കൂടി തന്നെ 3.5 മടങ്ങായി വർദ്ധിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ആകെ തുക ഏതാണ്ട് 27,000 കോടി രൂപ ഉള്ള മൂല്യമാണ്. അത് ആദ്യഘട്ടത്തിൽ അവർ 13,000 കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത്. മുഴുവനായി 27,000 കോടി രൂപയിൽ ആദ്യഘട്ടം 13,000 കോടി രൂപ നിക്ഷേപിക്കും. അങ്ങനെ 2 ഘട്ടമായാണ് ഈ നിക്ഷേപം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. MSC കപ്പൽ കമ്പനി അദാനി പോർട്ട്സ് ലിമിറ്റഡിന്റെ 49% ഓഹരി MSCയുടെ ടെർമിനൽ വിഭാഗമായ TIL ഏറ്റെടുക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതോടുകൂടി തുറമുഖം 57 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ശേഷിയിലേക്ക് ഉയരും. KG ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.